ജിൻഡോ ചേട്ടൻ എത്ര മണിക്കൂർ ഇന്നത്തെ ഒരു ടിക്കറ്റ് ഫിനാലെ ടാസ്കിൽ നിൽക്കുമെന്ന് ശ്രീതു ഇപ്പോൾ ജിൻഡോയുടെ അടുത്ത് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ജിൻഡോ പറയാണ് ഞാനൊരു 10 മിനിറ്റ് നിന്നിട്ട് ഇങ്ങ് പോരുമെന്ന്. അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട് 10 മിനിറ്റോ, ഇവരൊക്കെ മണിക്കൂറുകൾ നിന്നില്ലേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അതായത് ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു ടാസ്ക് നിന്ന് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് നിൽക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്ന്. എനിക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ ഞാൻ കുറേ സമയം നിൽക്കും. അതായത് എനിക്കത് നിന്ന് കഴിയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാം. കുറച്ച് നേരം നിന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ എൻ്റെ കാല് ടൈറ്റായി വരുമല്ലോ. അപ്പോൾ എനിക്കൊരു 10 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും എനിക്കത് കുറേ നേരം നിൽക്കാൻ പറ്റുന്ന ഒരു ടാസ്ക് ആണോ അതോ പെട്ടെന്ന് തന്നെ പോരേണ്ട ഒരു ടാസ്ക് ആണോ എന്ന് എനിക്ക് 10 മിനിറ്റ് നിന്ന് കഴിയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഞാൻ എന്തായാലും അതിനനുസരിച്ചായിരിക്കും ആദ്യം ഒരു 10 മിനിറ്റ് നിൽക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാൻ അവിടെ കണ്ടിന്യൂ ചെയ്ത് നിൽക്കും. അതല്ല എന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഞാനിങ്ങ് തിരിച്ചു പോരും എന്നാണ് ജിൻഡോ ശ്രീതുവിൻ്റെ അടുത്ത് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ടാസ്ക് ടിക്കറ്റ് ഫിനാലയിൽ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത് വളരെ ദൈർഘ്യമേറിയ ടാസ്ക് ആണ്. രണ്ടുപേരും ആ ഒരു ടേബിളിൽ കാല് വെച്ച് ഒരു സൈഡിൽ സീസോയിൽ ചവിട്ടി പിടിച്ചുകൊണ്ട് ഒരു ഫ്ലവർ വൈസ് ബാലൻസ് ചെയ്യുക എന്നതാണ് ടാസ്ക്. അർജുനും ഋഷിയും ഇപ്പോൾ ലൈവിൽ ഒത്തിരി സമയമായിട്ട് ഇവർ ആ ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ നിൽക്കുക തന്നെയാണ് എങ്കിലും അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് ശ്രീതുവും ജിൻഡോയും കയറുന്നത്. ശ്രീതുവും ജിൻഡോയും കൂടെ മാത്രമേ ഇനി ആ ഒരു ടാസ്ക് ചെയ്യാൻ ബാക്കിയുള്ളൂ. എന്തായാലും ലൈവ് ഇപ്പോൾ അത് ഒരു ടാസ്ക് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും ഇപ്പോഴും മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ലൈവ് ഭയങ്കര ബോറാണ്. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ജിൻഡോ എത്ര നേരം നിൽക്കും, ശ്രീതു എത്ര നേരം നിൽക്കും, ആരാണ് ഈ ഒരു ടാസ്ക് വിജയിക്കുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം.